വോട്ട് വെട്ടിയതോ എന്നുള്ളതാണ് ചോദ്യം. വോട്ട് വെട്ടിയതല്ല, വെട്ട് സ്വയം ഏറ്റതാണ് എന്നതാണ് എൻ്റെ അഭിപ്രായം. എനിക്ക് ഇവിടുത്തെ നമ്മുടെ ഈ കോൺഗ്രസിലെ ചില നേതാക്കളോട് പറയാനുള്ളത്, പ്രത്യേകിച്ച് ഈ വാർഡ് തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ ചുമതലയുള്ള കോൺഗ്രസ് നേതാക്കളോട് പറയേണ്ട ഒരു കാര്യം അല്ല, ഇടത് നേതാക്കളോട് പറയേണ്ടത്. കോൺഗ്രസിനോട് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. കാരണം കോഴിക്കോട് കോർപ്പറേഷനിലെ കാര്യം തന്നെ ഞാൻ പറയാം എന്താണ് സംഭവിച്ചതെന്ന്. ഇടത് നേതാക്കളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, നിങ്ങളുടെ അടുത്ത രാഷ്ട്രീയ ഉത്തരവാദിത്വമായി ചില തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പേര് വോട്ടർ പട്ടികയിലുണ്ടോ എന്നുള്ള വിവരം നിങ്ങളെങ്കിലും ഒന്ന് ജാഗ്രതയോടുകൂടി ഇരുന്ന് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തേണ്ടതാണ് എന്ന് ഞാൻ അറിയിക്കുന്നു. ഇതില്ലെങ്കിൽ ഇത് CPM-ഉം ഇടതുപക്ഷവും ഒക്കെ ഇടപെട്ടാണ് തങ്ങളുടെ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്തെന്ന ആരോപണം നിങ്ങൾ വെറുതെ കേൾക്കേണ്ടി വരും. കോഴിക്കോട് കോർപ്പറേഷൻ്റെ കഥ അതാണ് പറയുന്നത്. വിനുവിൻ്റെ ഒരു പുതിയ സിനിമയുടെ പേര് കുട്ടിമാമ എന്നാണെന്ന് തോന്നുന്നു. കുട്ടിമാമ എന്നല്ല, പേര് മാറ്റണം. വെട്ടിമാമ എന്നല്ല, ആ വെട്ട് സ്വയം ഏറ്റുവാങ്ങി എന്നുള്ളതാണ് പൊട്ടിമാമ എന്നായി മാറിയിരിക്കുന്നു. പ്രിയപ്പെട്ട വിനു, താങ്കളൊരു മികച്ച സിനിമാ സംവിധായകനായിരിക്കും. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു കോർപ്പറേഷൻ്റെ മേയർ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുമ്പോൾ നാമനിർദ്ദേശ പത്രികയിൽ മിനിമം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ കാര്യം പോലും വിനു ശ്രദ്ധിക്കാതെ പോയി. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന സമയത്ത് ആ പത്രികയിൽ 5-ാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഞാനൊന്ന് വായിക്കാം. വോട്ടർ പട്ടികയിലുള്ള സ്ഥാനാർത്ഥിയുടെ നമ്പരും നിയോജക മണ്ഡലവും പഞ്ചായത്തും സംബന്ധിച്ച വിവരങ്ങൾ. ഇത് വിനു എന്താണ് പൂരിപ്പിച്ചതെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. വിനു 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടർ പട്ടികയിലില്ല. അങ്ങനെയാണെങ്കിൽ 2020 വോട്ടർ പട്ടികയിൽ ആ പേരുണ്ട് എന്ന് കരുതി ആ നമ്പർ വേണമെങ്കിൽ കൊടുക്കാം. 2025 വോട്ടർ പട്ടികയിലും അന്തിമ ലിസ്റ്റിലും ഇല്ല, കരടിലും ഇല്ല, സപ്ലിമെൻറ്റിലും ഇല്ല. അപ്പോൾ പിന്നെ താങ്കൾ നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ വേണ്ടി കരുതി വെച്ചിരുന്ന വോട്ടർ പട്ടിക ഏതാണ്? ഞാൻ മനസ്സിലാക്കുന്നത്, ഭയപ്പെടുന്നത് നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടർ പട്ടികയാണെന്നാണ്. പ്രിയപ്പെട്ട വിനു, ഇത് രണ്ടും രണ്ടാണ്. ഇത് കോൺഗ്രസ് നേതൃത്വത്തിലെ ആളുകൾക്ക് മനസ്സിലാകാതെ പോയതാണോ എന്നതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. ഒരു കോർപ്പറേഷൻ്റെ മേയറാവാൻ വേണ്ടി വന്നൊരു സ്ഥാനാർത്ഥിയുടെ അവസ്ഥയാണ് ഞാൻ ഈ പറയുന്നത്. നമ്മൾക്കിത് രാഷ്ട്രീയ സാക്ഷരത എല്ലാവർക്കും വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് മിനിമം അതൊരു പാഠ്യപദ്ധതിയായി തന്നെ പാർട്ടിക്കാർ കൊടുക്കേണ്ടതാണ്. അത് പാർട്ടി ക്ലാസുകൾ വഴിയെങ്കിലും ബോധ്യപ്പെടുത്തണം. എന്താണ് തദ്ദേശ തെരഞ്ഞെടുപ്പ്, എന്താണ് നാമനിർദ്ദേശ പത്രിക, അതിൽ മിനിമം വേണ്ടുന്ന കാര്യങ്ങൾ എന്താണ്. മിനിമം വേണ്ടുന്ന ചട്ടങ്ങളിൽ പറയുന്നൊരു കാര്യമുണ്ട്, പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ. അതാണ് വൈഷ്ണവ് സുരേഷിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത്. അവിടെ ഞാൻ രണ്ടാമത് വരാം. ഇവിടെ എന്താ സംഭവിച്ചത്? വിനു ആദ്യം മുതൽ പറഞ്ഞു, ഞാൻ മത്സരിക്കാൻ ഇറങ്ങിയപ്പോൾ മുതൽ എൻ്റെ പേര് നീക്കം ചെയ്യാണ്. സർ, നീക്കം ചെയ്യണമെങ്കിൽ പേര് വോട്ടർ പട്ടിക വേണ്ടേ? വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത വിനുവിനെ ആര് വെട്ടാനാണ്? അപ്പോൾ അദ്ദേഹം പറയുന്നു, ഞാൻ എൻ്റെ ഭാര്യയ്ക്കൊപ്പം എറണാകുളത്തേക്ക് പോകുന്ന വഴിക്കാണ് ഈ മാലാപ്പറമ്പിലെ 4-ാമത്തെ നമ്പർ ബൂത്തിലെത്തി വോട്ട് ചെയ്തത്. മിസ്റ്റർ വിനു, താങ്കൾ ഇനിയും അത് ആവർത്തിക്കുകയാണെങ്കിൽ താങ്കളുടെ പേരിൽ കള്ളവോട്ട് ചെയ്തതിൻ്റെ പേരിൽ കേസ് വരും. മേയറാവാൻ ഇറങ്ങിയ സ്ഥാനാർത്ഥി കള്ളവോട്ട് ചെയ്തതിൻ്റെ പേരിൽ അകത്തു പോകുന്ന കാലം വരും. അതുകൊണ്ട് താങ്കൾ ഒന്നുകൂടി ഒന്ന് ഓർമ്മിച്ചെടുക്കൂ. താങ്കൾ ഒരുപക്ഷെ വോട്ട് ചെയ്തിട്ടുണ്ടാവും. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലായിരിക്കും 2021. അതല്ലെങ്കിൽ 2019 അടുത്ത സമയത്താണല്ലോ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടത്തിയത്, അതായിരിക്കും. അതുകൊണ്ട് വിനുവിൻ്റെ കാര്യത്തിൽ വിനു പറഞ്ഞതും പിന്നീട് ചില കോൺഗ്രസ് നേതാക്കളെങ്കിലും അത് CPM-നെ നേരെ തിരിച്ചു വെച്ചതും 8 നിലയിൽ പൊട്ടിപ്പോയി എന്നുള്ള കാര്യമാണ് എനിക്ക് ആദ്യമേ പ്രേക്ഷകരോട് പറയാനുള്ളത്. അക്കാര്യത്തിൽ ഇനി ചർച്ചയില്ല. എനിക്ക് തോന്നുന്നത് ഇനി ഹൈക്കോടതി പോയാലും അത് നിലനിൽക്കാനുള്ള സാധ്യതയില്ല എന്നാണ്. 3 അവസരം കൊടുത്തിരുന്നു. ഒന്ന്, ഒക്ടോബർ 25 അന്തിമ പട്ടിക വരുന്നു. ആ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരമുണ്ടെങ്കിൽ നിങ്ങൾ വന്ന് പേര് ചേർക്കൂ എന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എല്ലാവരോടും പറഞ്ഞിരുന്നതാണ്. ആവശ്യമുള്ളവരൊക്കെ പോയി ആ സമയത്ത് പേര് ചേർത്തു. അതിനുശേഷം നവംബർ മാസം 4-ാം തീയതി വീണ്ടും ഒരു അവസരം കൂടി കൊടുത്തു. അന്നും ആവശ്യമുള്ളവർ പോയി ചേർത്തു. നവംബർ 5-ാം തീയതിയും ഒരവസരം കൊടുത്തു. 3 അവസരം കൊടുത്തു. അതിനുശേഷം സപ്ലിമെൻ്ററി ലിസ്റ്റ് ഇറക്കി. ഈ ലിസ്റ്റ് ഒന്നും ഇറക്കിയപ്പോൾ തൻ്റെ പേര് ഈ വോട്ടർ പട്ടികയിലില്ല എന്നത് എന്തുകൊണ്ടാണ് വിനു അങ്ങ് മനസ്സിലാക്കാതെ പോയത്? അഥവാ വിനുവിനെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയ കോഴിക്കോട്ടെ കോൺഗ്രസ് നേതൃത്വം എന്തുകൊണ്ട് അത് മനസ്സിലാക്കാതെ പോയി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇടതുപക്ഷത്തെ സുഹൃത്തുക്കളെങ്കിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികളാകുന്നവരുടെ വോട്ടർ പട്ടികയിലെ നമ്പർ അതിനകത്തുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പാക്കി കൊടുക്കണം. അതാണ് എനിക്ക് ഒരു കാര്യം വിനുവിൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. രണ്ടാമത്തത് വൈഷ്ണവ് സുരേഷിൻ്റെ കാര്യമാണ്. വൈഷ്ണവ് സുരേഷിൻ്റെ കാര്യത്തിൽ വൈഷ്ണവ് സുരേഷ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥിക്ക് ഒരു സ്വാഭാവിക നീതി കിട്ടണം എന്നാഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. കോടതി പറഞ്ഞതുപോലെ എങ്ങനെയാണ് പക്ഷേ ആ സ്വാഭാവിക നീതി കിട്ടുക? നിലവിൽ നമ്മുടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ചട്ടങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ആ ചട്ടപ്രകാരം ഒരു വാർഡിൽ നിങ്ങൾക്ക് വോട്ട് രേഖപ്പെടുത്തണമെങ്കിൽ ആ വാർഡിൽ ചുരുങ്ങിയ പക്ഷം നിങ്ങൾ 6 മാസം സ്ഥിരതാമസം ഉണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങൾ 6 മാസം ആ വാർഡിൽ താമസിക്കുന്നില്ല എന്നൊരാൾ ക്ലെയിം ചെയ്താൽ നിങ്ങൾക്ക്
രേഖാമൂലം വേണമെങ്കിൽ അതിനോട് കൗണ്ടർ ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്കൊരു നോട്ടീസ് വരും. ഉദാഹരണത്തിന്, ഞാൻ എൻ്റെ വാർഡിൽ 6 മാസമായിട്ടില്ലെങ്കിൽ എൻ്റെ പേര് ആ സ്ഥലത്ത് നിന്ന് നീക്കം ചെയ്യാൻ കഴിയും. അത് മറ്റൊരാൾ അപേക്ഷ കൊടുക്കുന്നു. നീക്കം ചെയ്യാൻ വേണ്ടി എൻ്റെ എതിർകക്ഷിയിലുള്ളയാൾ അപേക്ഷ കൊടുത്താൽ ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർ ERO അത് വെട്ടിമാറ്റുകയല്ല ചെയ്യുക. ആ സമയം നമുക്കൊരു നോട്ടീസ് തരും. ആ നോട്ടീസ് ഞാൻ കൈപ്പറ്റിയതിന് ശേഷം ഞാനൊരു മറുപടി കൊടുക്കണം. എൻ്റെ പേര് എന്തുകൊണ്ട് വെട്ടിമാറ്റാൻ പാടില്ല, ഞാൻ അവിടെ സ്ഥിരതാമസമല്ല, ഞാൻ താൽക്കാലികമായ ഒരു വിസിറ്റിന് പോയതാണ് എന്ന് മറ്റുള്ള എന്തെങ്കിലും കൊടുക്കാം. എൻ്റെ രേഖ എനിക്ക് അവിടെ കൊടുക്കാം. ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചു പോയതെന്താ? നേരത്തെ ജിമ്മി അത് കൃത്യമായി വിശദീകരിച്ചു. ജിമ്മിയുടെ വീട്ടിനടുത്താണ് ഈ മുട്ടട. ഇപ്പോൾ വൈഷ്ണ സുരേഷ് താമസിക്കുന്നത് മുട്ടടയിലല്ല, അത് വാസ്തവമാണ്. വൈഷ്ണ സുരേഷ് തന്നെ അത് സമ്മതിക്കുന്നുണ്ട്. അത് അമ്പലമുക്കിലാണ് ഈ കുട്ടി ഇപ്പോൾ താമസിക്കുന്നത്. അപ്പോൾ വൈഷ്ണ സുരേഷ് എന്ന് പറയുന്ന മിടുക്കിയായ ഒരു കുട്ടി, ആ കുട്ടിയുടെ ഈ തെരഞ്ഞെടുപ്പ് മത്സരിക്കാൻ വരുന്നതിൻ്റെ ഒരു ആവേശത്തെ ഒന്നും ഞാൻ ഒട്ടും കുറച്ച് കാണുന്നില്ല. അതുകൊണ്ടാണ് ഈ കുട്ടിക്ക് യഥാർത്ഥത്തിൽ, ഈ വൈഷ്ണ സുരേഷിന് അമ്പലമുക്കിൽ യഥാർത്ഥത്തിൽ വോട്ട് കിട്ടേണ്ടതാണ്. ആ കുട്ടി അർഹയാണ്. അമ്പലമുക്കിൽ ഈ കുട്ടി താമസിക്കുന്ന വാർഡിൽ ഈ കുട്ടി വോട്ടിന് അർഹയാണ്. പക്ഷേ പ്രശ്നം ഇവിടെ ഒരു ജാഗ്രതക്കുറവ് സംഭവിച്ചു പോയിട്ടുണ്ട്. എന്താ ജാഗ്രതക്കുറവ് സംഭവിച്ചത്? തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തു. ഏത് തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തു? ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തു. ആ തെരഞ്ഞെടുപ്പിലെ മേൽവിലാസം ഏതാണ്? നേരത്തെ താമസിച്ചിരുന്ന തറവാട് വീടായ 3/564 എന്ന നമ്പറിലുള്ള വീട്ടിലാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അവിടെ നിന്നും അവർ 7 വർഷം മുമ്പേ പോയി എന്നാണ് ഇപ്പോൾ ധനേഷ് കുമാർ പറയുന്നത്. എന്തായാലും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മുട്ടടയിൽ നിന്ന് അമ്പലമുക്കിലേക്ക് ഇവർ താമസം മാറ്റി. അവിടെ ഒറ്റയ്ക്ക് മറ്റോ വീടെടുത്ത് അവിടെയാണ് താമസിക്കുന്നത് ഇപ്പോൾ വൈഷ്ണ സുരേഷ്. അപ്പോൾ വൈഷ്ണ സുരേഷ് അവിടുത്തെ ഒരു ഈ സ്ഥിരം താമസക്കാരിയല്ല. പക്ഷേ പകരം 3/564 പകരം കൊടുത്തത് നേരത്തെ പറഞ്ഞതുപോലെ 18/564 എന്ന വീട്ടു നമ്പറാണ്. ആ വീട്ടു നമ്പറിൽ താമസിക്കുന്നയാൾ ഇപ്പോൾ കൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് എല്ലാ രേഖകളും കൊടുത്തിട്ടുണ്ട്. ഗ്യാസിന്റെ രേഖകൾ സഹിതമാണ് പോയിരിക്കുന്നത്. റജീം ഷാ പറയുന്നത്, ഈ വീട്ടിൽ താമസിക്കുന്നത് ഞാനാണ്, കഴിഞ്ഞ 6 മാസമായി ഈ വീട്ടിൽ വേറെ ആരും താമസിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ മുട്ടടയിലെ വാർഡിൽ വൈഷ്ണ സുരേഷിന് വോട്ട് ചെയ്യാൻ കഴിയില്ല. അവിടെ വൈഷ്ണ സുരേഷിനെ ചേർക്കാനുള്ള ഒരു തെളിവ് ഇപ്പോൾ കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവർ വൈഷ്ണ സുരേഷ് പറയുന്നത്, എൻ്റെ പാസ്പോർട്ട് അവിടെയായിരുന്നു, ആയിരിക്കാം ആ സമയത്ത് ഒരു 2 വർഷം മുമ്പ് താൽക്കാലികമായി നിങ്ങൾ ഒരു 6 മാസം അല്ലെങ്കിൽ കുറച്ച് ദിവസം ഒരു സ്ഥലത്ത് താമസിച്ചാൽ താൽക്കാലികമായി മേൽവിലാസം നിങ്ങൾക്ക് കൊടുക്കാം. നിങ്ങൾക്ക് അവിടെ ഒരു വാടക ചീട്ട് കൊടുത്താൽ മതി. പാസ്പോർട്ട് ഓഫീസിൽ നിങ്ങൾക്ക് അതിനുള്ള അഡ്രസ്സ് മാറ്റാനുള്ള അവസരം കിട്ടും. അപ്പോൾ അതുകൊണ്ട് വൈഷ്ണ സുരേഷ് പറയുന്നതനുസരിച്ച് മുട്ടടയിൽ വൈഷ്ണ സുരേഷ് സ്ഥിരതാമസക്കാരിയല്ല. ആ കൊടുത്തിരിക്കുന്ന രേഖ പ്രകാരവും വൈഷ്ണ സുരേഷിന് അവിടെ പെർമനന്റ് റെസിഡൻ്റ് ആണെന്ന് സ്ഥാപിക്കാൻ കഴിയില്ല. കാര്യം തിരിച്ച് ഈ മേൽവിലാസത്തിൽ മറ്റൊരാൾ ഒരു പരാതി കൊടുത്തിട്ടുണ്ട്, രേഖ കൊടുത്തിട്ടുണ്ട്. എന്നാൽ വൈഷ്ണ സുരേഷിന് അമ്പലമുക്കിലെ യഥാർത്ഥ അഡ്രസ്സിൽ അത് കൊടുക്കാമായിരുന്നു. അതിലാണ് എൻ്റെ സ്വാഭാവിക നീതി. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഏതെങ്കിലും തരത്തിൽ ഈ കുട്ടിയെ വോട്ട് നിഷേധിക്കുകയല്ല വേണ്ടത്, മറിച്ച് അമ്പലമുക്കിലെ വാർഡിൽ ഈ കുട്ടിക്ക്, ഈ വൈഷ്ണ സുരേഷ് എന്ന് പറയുന്ന UDFൻ്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് കൊടുക്കുക അല്ലെങ്കിൽ വോട്ടവകാശം കൊടുക്കുക എന്നുള്ളതാണ് നീതിയുക്തമായി ചെയ്യേണ്ടത്. അതിന് അപേക്ഷ നൽകുകയാണെങ്കിൽ. പക്ഷേ അതിനൊരു സാങ്കേതിക തടസ്സമുള്ളത്, എല്ലാവർക്കും ബാധകമാവുന്ന നിയമമേ വൈഷ്ണ സുരേഷിനും ബാധകമാവൂ. ഹൈക്കോടതിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഒരു നേരത്തെ പറഞ്ഞതുപോലെ മാഗ്നാനിമിറ്റി എന്ന് പറയുന്ന ഒരു സ്വാഭാവിക നീതി, ഒരു ഡ്യൂ പ്രോസസ് ഓഫ് ലോയിലൂടെ കോടതിക്ക് വേണമെങ്കിൽ ഉത്തരവിടാം. ആ ഡ്യൂ പ്രോസസ് ഓഫ് ലോയിലൂടെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് അത് പരിഗണിക്കുകയുമാവാം. ഇനി അത് ചെയ്യുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പായിട്ട് പറയണം, വൈഷ്ണ സുരേഷിന് വേറെ ഒരിടത്തും വോട്ടില്ല കേട്ടോ. വൈഷ്ണ സുരേഷ് കള്ളവോട്ട് ചെയ്യാൻ വന്നു എന്ന CPMൻ്റെ ആരോപണം അസംബന്ധമാണ്. അതുകൂടി നമ്മൾ പറഞ്ഞു തന്നെ പോകണം. വൈഷ്ണ സുരേഷ് കള്ളവോട്ട് ചെയ്യാൻ വന്നതല്ല. വൈഷ്ണ സുരേഷിന് സംഭവിച്ചൊരു പിഴവെന്ന് പറയുന്നത്, ഈ നോട്ടീസ് കിട്ടിയ സമയത്ത് അതിന് കൃത്യമായിട്ട് മറുപടി കൊടുത്തില്ല. 1. 2, ഈ 18/564 എന്ന വീട്ടു നമ്പർ അത് തെറ്റായ വീട്ടു നമ്പറാണെന്നും ആ വീട്ടു നമ്പർ തെറ്റിപ്പോയതാണെന്നും താൻ യഥാർത്ഥത്തിൽ താമസിക്കുന്നത് അമ്പലമുക്കിലാണെന്നും പറഞ്ഞൊരു അപേക്ഷ കൊടുത്ത് അമ്പലമുക്കിൽ സ്ഥാനാർത്ഥിയാകണമായിരുന്നു. അതിനു പകരം നേരത്തെ വോട്ടറായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുട്ടളി സ്ഥാനാർത്ഥിയാവുന്നതിന് തടസ്സമില്ല. ആ കോർപ്പറേഷനിലോ ആ ഡിവിഷനിലോ നിങ്ങൾ അംഗമായിരുന്നാൽ മാത്രം മതി, സ്ഥിരതാമസക്കാരായിരുന്നാൽ മതി, അവിടുത്തെ വോട്ടറായ മാത്രം മതി. നിങ്ങൾക്ക് ആ തദ്ദേശഭരണ സ്ഥാപനത്തിൽ വരാം. വാർഡിൽ തന്നെ നിങ്ങൾ വേണമെന്ന് നിർബന്ധമില്ല. തൊട്ടടുത്ത വാർഡിൽ നിങ്ങൾ ഒരു വോട്ടറാണെങ്കിൽ നിങ്ങൾക്ക് ആ കോർപ്പറേഷൻ പരിധിയിൽ തന്നെ നിങ്ങൾക്ക് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാം. അതിനൊന്നും തടസ്സമില്ല. അപ്പോൾ അവിടെ അത് സംഭവിച്ചൊരു ജാഗ്രത കുറവാണ്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലൊരു പാർട്ടി ഇടപെട്ട് വോട്ട് വെട്ടിയതല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ അതേസമയം CPM പറയുന്ന പോലെ ഒരു കള്ളവോട്ട് ചെയ്യാനുള്ള ഉദ്ദേശം വൈഷ്ണയ്ക്ക് ഉണ്ടായിരുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതല്ല അവിടെ സംഭവിച്ചു പോയത്, ഒരു ജാഗ്രത കുറവാണ്. പക്ഷേ വൈഷ്ണ സുരേഷിനെ പോലെ മറ്റ് അനേകം 20, 20, 24, 21, 22, 23 വയസ്സുള്ള സ്ഥാനാർത്ഥികൾ, 21 വയസ്സാണ് മിനിമം വേണ്ടുന്ന വയസ്സ്. ആ 21 വയസ്സ് കഴിഞ്ഞ് നിരവധി സ്ഥാനാർത്ഥികൾ മത്സരിക്കാൻ വരുമ്പോൾ അവരുടെ ആവേശം കെടുത്തുന്നതാകരുത് നമ്മളുടെ നിലപാട് എന്നതുകൂടി ഞാൻ കൂട്ടിച്ചേർക്കുന്നു. അപ്പോൾ വൈഷ്ണ സുരേഷ് ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് നീതിയുക്തമായി ഒരു അവസരം
അവസരം കൂടി കൊടുക്കുക, അവർക്ക് വോട്ട് ചെയ്യാനുള്ളൊരു അവകാശം കൊടുത്ത് സ്ഥാനാർത്ഥിയായി അവർ മത്സരിക്കട്ടെ. വിജയിക്കുമോ പരാജയപ്പെടുമോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. അതൊരു ഇടത് കോട്ടയാണ് മുട്ടടയിലെ വാർഡ്. 300 വോട്ടിൻ്റെ വ്യത്യാസത്തിൽ അവർ ഇടത് സ്ഥാനാർത്ഥി വിജയിച്ചുകൊണ്ടിരിക്കുന്നതാണ്. വൈഷ്ണ സുരേഷ് ഒരു നല്ല സ്ഥാനാർത്ഥിയാണ്, മറുഭാഗത്തും ഒരു നല്ല സ്ഥാനാർത്ഥി ഉണ്ടാവും. അങ്ങനെയാണല്ലോ മത്സരം വേണ്ടത്. ജനാധിപത്യത്തെ പ്രോത്സാഹിപ്പിക്കാനാണ് അവിടെ കോടതിയുടെ ഒരു വാക്ക് മാത്രം പറയുന്നു. മത്സരം യഥാർത്ഥത്തിൽ ജനാധിപത്യത്തെ പോഷിപ്പിക്കാൻ വേണ്ടിയാവണം. നമ്മൾ കുതന്ത്രങ്ങളിലൂടെ ഒരാളെ വെട്ടിമാറ്റുന്നതാവരുത് ജനാധിപത്യത്തിൻ്റെ അന്തസ് എന്ന് പറയുന്നത്. അത് എല്ലാവരും പാലിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ വോട്ട് വെട്ടിയതാണോ എന്ന ചോദ്യത്തിന് വോട്ട് വെട്ടിയതല്ല എന്നുള്ളതാണ് എൻ്റെ ഈ വിഷയത്തിലെ ടേക്ക്. Meet the editors.